പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം. താൻ നിർത്തലാക്കിയ യുദ്ധങ്ങളുടെ കണക്ക് പറഞ്ഞ് എന്തുകൊണ്ട് തനിക്ക് സമ്മാനം നൽകണമെന്ന് ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷെ കിട്ടിയില്ല. ട്രംപിന്റെ ഫ്രണ്ടായ വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ നൊബേൽ സമ്മാനം കൊണ്ടുപോയി. ഇന്ന് പക്ഷേ ട്രംപിന് അല്പം ആശ്വാസം കിട്ടിയൊരു ദിവസമാണ്. രാജ്യാന്തര ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സമാധാന പുരസ്കാരം അത് ഡൊണാൾഡ് ട്രംപിന് ഇന്ന് സമ്മാനിച്ചു. നിങ്ങൾ ആ ട്രോഫി കണ്ടോ? ലോകത്തെ കൈകളിൽ താങ്ങി നിർത്തുന്ന ട്രോഫിയാണ്. അതിൽ ട്രംപിന്റെ പേര് ആലേഖനം ചെയ്തിട്ടുണ്ട്. സ്വർണ്ണ ട്രോഫിയാണ്. പുരസ്കാരം സമ്മാനിച്ചത് ഫിഫയുടെ പ്രസിഡന്റും അതുമാത്രമല്ല ട്രംപിന്റെ ആത്മമിത്രവുമായ ജിയാനി ഇൻഫന്റിനോയാണ്. ഗാസ സമാധാന കരാറാണ് ട്രംപിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതി എന്നാണ് പുരസ്കാരത്തെ ട്രംപ് വിശേഷിപ്പിച്ചത്. Thank you very much. This is truly one of the great honors of my life. We saved millions and millions of lives. The Congo is an example, over 10 million people killed, and India, Pakistan, so many different wars that we're able to end, in some cases a little bit before they started, just right before they started. It was going to be late. കണ്ടോ, പുരസ്കാരം കയ്യിൽ കിട്ടിയിട്ടും പച്ചക്കള്ളം പറയുന്നതിന് ഒരു മാറ്റവുമില്ല. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് താനാണെന്ന് മറുപടി പ്രസംഗത്തിലും ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുകയാണ്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, മൂന്നാം കക്ഷി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന്. ഇനി ആര് പറഞ്ഞാലാണ് ട്രംപ് വിശ്വസിക്കുകയെന്ന് നമുക്കറിയില്ല. ഇടവേള.